ഓ ആ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അല്ലല്ല, ഫുൾ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യണം. രണ്ടിൻ്റെ ഇക്വേഷൻ എടുത്ത് ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ആ ഭയങ്കരം പൊക്കോണം, കൂട്ടാനും അറിയില്ല. അങ്ങനെയൊന്നും അല്ലടേ, അതിൻ്റെ കോമൺ എടുക്കണം. അത് തന്നെ m⁴ z² n² കോമൺ എടുക്കണം. നോക്കി എന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഇതാ നോക്കിയാൽ, അതായത് ഇക്വേഷൻ എന്താ? ഫസ്റ്റ് കൈനറ്റിക് ഇക്വേഷൻ m⁴ z² 8 ε0² h² n² ആണ്. പ്ലസ് ഇത് മൈനസ് m⁴ z² 4 ε0² h² n² ആണ്. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക, ആരൊക്കെയാണ് കോമൺ എന്ന് നോക്കുക. അതാ m⁴ കോമൺ ആണ്, മൈനസ് കോമൺ അല്ല. z² ഉണ്ട് മേളിൽ, z² ഉണ്ട് മേളിൽ അല്ലേ. താഴത്തും ε0² h² n² ε0² h² n² എത്ര ആൾക്കാർ കോമൺ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവരെ ഞാനൊന്ന് എഴുതുന്നു, m⁴ z² ε0² h² n² അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇത്രയും ആൾക്കാരെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? 1/8 ആണുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എഴുതുന്നു 1/8. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഇത്രയും ആൾക്കാരെ നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആരാണുള്ളത്? ഒരു -1/4 ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എഴുതുന്നു -1/4 അല്ലേ. അപ്പോൾ 1/8 -1/4 എന്ന് വരും. ഇക്വേഷൻ ചെയ്ത് വരുമ്പോഴേക്കും എന്ത് വരും? മൈനസ് ഓഫ് ഇത് അതേപോലെ എഴുതാം അല്ലേ. m⁴ z² മൈനസ് ആദ്യം എഴുതേണ്ട വേണമെങ്കിൽ മൈനസ് ആദ്യം എഴുതിയാൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത്ര ആൾക്കാരെ ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു, m⁴ z² ε0² h² n². ഓക്കെ, 1/8 -1/4 എന്ത് വരും? -1/2 എന്ന് വരും അല്ലേ. 1/8 എന്ന് വരും അല്ലേ. കാരണം 1/8 -1/4 അല്ലേ. അപ്പോൾ എന്ത് വരും? 1/8 മൈനസ് ഇവിടെ × 2 ഇവിടെയും × 2 LCM സെയിം ആക്കാനായിട്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? 2 - 8 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 1/8 - 2/8 എന്ന് പറയുമ്പോൾ -1/8 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഫ്രണ്ടോട്ട് എഴുതാം. ഇത് ഒരിക്കലും ഇൻറ്റു -1/8 എന്നാണ്. ഒരിക്കലും നമ്മൾ ഇത് മൈനസ് അല്ലെങ്കിൽ ഈ ഒരു ടേം -1/8 എന്നല്ല കേട്ടോ. അത് അങ്ങനെ ഈ മൈനസ് ഇൻറ്റു ആണ്, അല്ലെങ്കിൽ ഇവനുള്ള മൈനസ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം, മൈനസ് ഫ്രണ്ടിൽ എഴുതി m⁴ z²/8 ഞാൻ ഫ്രണ്ടിൽ എഴുതുന്നു 8 ε0² h² n². ഈ മൈനസ് നോക്കണ്ട, ഈ മൈനസ് അല്ലാതെ ഈ വാല്യൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്, m⁴ z²/8 ε0² h² എവിടെ കണ്ടിട്ടുള്ളത്? എവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണോ കൈനറ്റിക് എനർജിയാണോ? കൈനറ്റിക് എനർജിയിൽ കണ്ടുള്ളതാണ്. അതേ എഴുതിയിരിക്കുന്ന സാധനം നോക്കി, ഇതും സെയിം അല്ലേ. എന്താ m⁴ z²/8 ε0² h² n² അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും എന്ത് തന്നെ? സെയിം തന്നെ. പക്ഷേ ഒരു വ്യത്യാസം എന്താണ്? ടോട്ടൽ എനർജി നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ന്യൂമറിക്കലി ആരൊക്കെ ഈക്വലാണ്? ന്യൂമറിക്കലി നമുക്ക് പറയാം, അത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം, ന്യൂമറിക്കലി കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ആർ ഈക്വൽ അല്ലേ. ബട്ട് ആര് നെഗറ്റീവാണ്? ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡബിൾ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ഓൾസോ നെഗറ്റീവ്. ആര് നെഗറ്റീവാണ്? പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്, കൈനറ്റിക് എനർജിയുടെ ഡബിളുമാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് മൈനസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കലി അത് ഓർത്തോണം, ന്യൂമറിക്കലി ഈക്വൽ ആരൊക്കെയാണ്?